കേരളത്തിൽ ഇപ്പോൾ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായ കുടിവെള്ളക്ഷാമത്തിന്റെ കാര്യത്തിൽ കോട്ടയം നെടുങ്കുന്നം പഞ്ചായത്തും വ്യത്യസ്തമായിരുന്നില്ല. വില കൊടുത്തു പോലും വെള്ളം കിട്ടാത്ത സാഹചര്യത്തിൽ പഞ്ചായത്തിലെ 1-ാം വാർഡ് അംഗം ജോ ജോസഫ് ഒരു വഴി കണ്ടെത്തി. മാന്തുരുത്തി കല്ലോലി റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ കരിങ്കൽ കോറിയിൽ 40 അടിയിലേറെ താഴ്ചയിൽ വെള്ളമുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടു. ജോ ജോസഫിന്റെ നേതൃത്വത്തിൽ ജനകീയ സമിതി പാറക്കുളത്തിലെ വെള്ളം പ്രദേശത്തെ തോടുകളിലേക്ക് മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്തു. തോടുകളിൽ വെള്ളമെത്തിയതോടെ സമീപത്തെ കിണറുകളിലും കുളങ്ങളിലും സമാനമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നു. വൈകുന്നേരം 4 മണി മുതൽ പിറ്റേന്ന് പുലർച്ചെ 4 മണി വരെ പാറക്കുളത്തിൽ നിന്നും വെള്ളം പമ്പ് ചെയ്തുവെങ്കിലും 20 സെന്റ് വിസ്തീർണമുള്ള കുളത്തിലെ 1 അടി മാത്രം വെള്ളമാണ് താഴ്ന്നത്. കൂടുതൽ പാറമട ഉടമകളുമായി ഈ രീതിയിൽ ജലവിതരണം നടത്തുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തി വരികയാണെന്ന് ജോ ജോസഫ് പറഞ്ഞു. ഞങ്ങൾ നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിൽ നടത്തിയ ഒരു പരീക്ഷണമാണിത്. ഈ കാണുന്ന പാറമടയിലെ വെള്ളം എന്ന് പറഞ്ഞാൽ വളരെ ഏതാണ്ട് 20 അടിയോളം താഴ്ചയിൽ വലിയ ഒരു ജലശേഖരമാണുള്ളത്. ഇതുപോലെ നിരവധി പാറമടകൾ ഈ പഞ്ചായത്തിൽ പ്രദേശത്തൊട്ടാകെ ഉണ്ട്. പ്രദേശത്തൊട്ടാകെ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ കേരള സംസ്ഥാനത്ത് ഉടനീളം ഇത്തരം ഉപയോഗശൂന്യമായ പാറമടകളുണ്ട്. ഈ പാറമടയിൽ നിന്ന് ഞങ്ങൾ നേരെ ഈ തോട്ടിലേക്ക് വെള്ളം അടിച്ചുവിടുകയാണ് ചെയ്തത്. ഏതാണ്ട് 12 മണിക്കൂർ ഞങ്ങൾ ഈ വെള്ളം തുടർച്ചയായിട്ട് അടിച്ചു. ഞങ്ങളൊരു പരീക്ഷണമാണ് നടത്തിയത്. പക്ഷേ ഈ പരീക്ഷണത്തിൽ നിന്നും വലിയ പാഠം ഞങ്ങൾ പഠിച്ചു. കാരണം 12 മണിക്കൂർ തുടർച്ചയായിട്ട് വെള്ളം അടിച്ചപ്പോൾ ആ പരിസരത്തുള്ള കിണറുകളും അതുപോലെ തന്നെ തോട്ടിലെ ചെറിയ ചെറിയ ഓരികളും തോടടക്കം നിറഞ്ഞ് വെള്ളം സുലഭമായി ലഭിക്കുന്ന ഒരവസ്ഥയുണ്ടായി. ഏതാണ്ട് 2-3 ദിവസമായിട്ട് വെള്ളക്ഷാമത്തിന് ചെറിയൊരു പരിഹാരം ഈ പ്രദേശത്തുണ്ടായി എന്നാണ് ഞങ്ങളുടെ അനുഭവം വെളിവാക്കുന്നത്. അത് സംസ്ഥാനത്തൊട്ടാകെ ഇത് പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു നടപടിയാണ്. സംസ്ഥാനത്തെ പലയിടങ്ങളിലും നെടുങ്കുന്നത്തെ ഈ മാതൃക പരീക്ഷിക്കാവുന്നതാണ്. എന്തായാലും കിണറുകളിലും തോടുകളിലും വെള്ളമെത്തിയതിന്റെ സന്തോഷത്തിലാണ് പ്രദേശവാസികൾ. അതേസമയം ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരമുണ്ടാക്കുവാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ജോ ജോസഫും ജനകീയ സമിതിയും. മാതൃഭൂമി ന്യൂസ്, തിരുവല്ല.